നമ്മൾ വരുന്നത് ആറന്മുളയിലേക്കാണ്. പത്തനംതിട്ടയിലെ 5 അസംബ്ലി സീറ്റുകളിൽ പെട്ട ഒരു നിയോജക മണ്ഡലമാണ് ആറന്മുള. സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരാം. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് UDFന് വേണ്ടി അവിടെ മത്സരിക്കുന്നു. വീണ ജോർജ് സിറ്റിംഗ് MLA, ആരോഗ്യമന്ത്രി 3-ാം ഊഴം. കുമ്മനം രാജശേഖരൻ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി അവിടെയുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഭാഗ്യമണ്ഡലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടം കൂടിയാണ് ആറന്മുള. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആറന്മുളയിൽ ആര് ജയിക്കുന്നുവോ അവർ കേരളം ഭരിക്കുമെന്ന കൗതുകകരമായ ചരിത്രം കൂടിയാണ് ഈ മണ്ഡലത്തിലുള്ളത്. 2011 UDFനൊപ്പം നിന്ന മണ്ഡലം കഴിഞ്ഞ 2 തവണയും വീണ ജോർജിലൂടെ LDF പിടിച്ചെടുത്തു. എന്നാൽ ഭരണ തുടർച്ചയുടെ കരുത്തിൽ ഹാട്രിക് വിജയം LDF ലക്ഷ്യം വെക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിച്ച് സംസ്ഥാന ഭരണത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാൻ നമുക്ക് നോക്കൂ. കഴിഞ്ഞ കുറേ മണ്ഡലങ്ങൾ നമ്മൾ വിലയിരുത്തിയതുപോലെ തന്നെ 2011 ഇതിനു മുമ്പ് UDF ഭരിച്ചപ്പോൾ UDFനൊപ്പം നിന്ന മണ്ഡലം കൂടിയാണ് ആറന്മുള. അന്ന് 6511 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി K. ശിവദാസൻ നായർ അവിടെ ജയിച്ചു കയറിയത്. പക്ഷേ 2016 സംസ്ഥാനമെങ്ങും LDF വികാരം അലയടിച്ച തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് 7646 വോട്ടിന് ശിവദാസൻ നായരെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. പിന്നീട് 2021 19,003 ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട് വീണ ജോർജ്. ഒപ്പം കേരളത്തിന് ആരോഗ്യമന്ത്രിയായതും അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വിംഗ് സ്വഭാവമുള്ള മണ്ഡലമാണ് ആറന്മുള. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷവും UDF അവിടെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ 2016 മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. ശക്തമായ സംഘടനാ മിഷനറിയിലൂടെ ഒരുപക്ഷെ ക്രൈസ്തവ വോട്ടുകൾ, സഭാ വോട്ടുകളൊക്കെ LDFന് വേണ്ടി കഴിഞ്ഞ 2 തവണയും LDF വീണ ജോർജിനൊപ്പം നിന്നു എന്ന കണക്കുകൂട്ടൽ കൂടി LDFനുണ്ട്. ആ ക്രൈസ്തവ വോട്ടുകളും സഭാ വോട്ടുകളും ഒക്കെ ഇക്കുറിയും LDFനൊപ്പം നിൽക്കും. LDF കണക്ക് കൂട്ടുമ്പോൾ അതിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകും. ഇക്കുറി അങ്ങനെ ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അബിൻ വർക്കിയും UDF നിൽക്കുമ്പോൾ എന്താണ് ആറന്മുളയിൽ ചിത്രം എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. VS വിഷ്ണു ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ഒരുപക്ഷെ പത്തനംതിട്ടയിലെന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ട് സീറ്റുകളിലൊന്നാണ് ആറന്മുള. 2011 UDFനൊപ്പം നിന്ന മണ്ഡലം, സ്വിംഗ് സ്വഭാവമുള്ള മണ്ഡലം. ഇക്കുറി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് വോട്ടെടുപ്പിനും എക്സിറ്റ് പോളിനും ഒക്കെ ശേഷം 3 മുന്നണികളുടെയും വിലയിരുത്തൽ എങ്ങനെയാണ്? അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴും ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആവേശ പോരാട്ടം നടന്ന നിയോജക മണ്ഡലമാണ് ആറന്മുള. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയം തന്നെ എടുത്തു നോക്കുമ്പോൾ ത്രികോണ പോരാട്ടം നടന്ന ആറന്മുള ഇപ്പോഴും ജനങ്ങൾ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, UDFന് വേണ്ടി അബിൻ വർക്കി, NDAക്ക് വേണ്ടി കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ തോളോട് തോൾ നിന്ന് ശക്തമായ പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് ആറന്മുളയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഈ ആറന്മുളയിൽ നിന്നുള്ള ഫലം ആവേശത്തോടുകൂടി തന്നെ കാണുവാൻ വേണ്ടി നിൽക്കുകയാണ്. ആറന്മുള നിയോജക സംബന്ധിച്ച് പറയുമ്പോൾ മാറി മാറി മുന്നണികളെ പരീക്ഷിച്ച ഒരു രീതിയാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ 2011 ശിവദാസൻ നായർ, UDFന്റെ ശിവദാസൻ നായർ ഇവിടെ നിന്ന് MLA ആയി ജയിക്കുന്നു. പക്ഷേ വീണ ജോർജ് 2016 MLA ആയി ഇവിടുന്ന് വിജയിക്കുന്നു. പക്ഷേ ആ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വീണ്ടും ഭരണം വിട്ടുകൊടുക്കാതെ ആറന്മുള വീണ്ടും വീണ ജോർജിനെ 19,000 വോട്ടുകൾക്ക് വിജയിപ്പിക്കുന്ന സാഹചര്യമാണ് ആറന്മുളയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. ശക്തമായി തന്നെ UDFന് ശക്തമായി തന്നെ വേരോട്ടമുള്ള നിയോജക മണ്ഡലത്തിൽ വീണ്ടും തുടർഭരണം പിണറായി വിജയൻ സർക്കാർ നേടിയെടുത്തപ്പോൾ ആ മന്ത്രിസഭയിലേക്ക് വീണ ജോർജിനെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കിയ നിയോജക മണ്ഡലം എന്ന പ്രത്യേകത കൂടെ ആറന്മുളയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ശക്തമായി തന്നെ ഈ പറയുന്ന ഓർത്തഡോക്സ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുവാൻ ഈ പ്രാവശ്യം UDFന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2016 21 വീണ ജോർജ് മത്സരിച്ചപ്പോൾ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറം തന്നെ ഓർത്തഡോക്സ് വോട്ടുകൾ വീണ ജോർജിന് ഭാഗ്യമായി വന്നിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം UDFൽ നിന്ന് അബിൻ വർക്കിയും ഓർത്തഡോക്സ് സഭാംഗമായതുകൊണ്ട് രണ്ടുപേരും സഭയുടെ മക്കളാണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് മെത്രാപ്പൊലിത്തമാർ ഉൾപ്പെടെ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓർത്തഡോക്സ് വോട്ടുകൾക്ക് വലിയ തരത്തിലുള്ള ഒരു വിള്ളൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി വീണ ജോർജിന് ഈ പ്രാവശ്യം ഒരു ഈസി വോക്ക് ഓവർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സാധ്യമല്ല. അബിൻ വർക്കി ശക്തമായി തന്നെയുള്ള പോരാട്ടമാണ് നിയോജക മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. മാത്രമല്ല NDAയുടെ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന് വൈകാരികമായി തന്നെ ബന്ധമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഏകീകരിക്കാൻ
കുമ്മനം രാജശേഖരന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനും വലിയൊരു ഈസി വോക്ക് ഓവർ നിയോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയണം. 2021 നടന്ന തെരഞ്ഞെടുപ്പ് 19,000 പരം വോട്ടുകൾക്കാണ് വീണ ജോർജ് ഇവിടുന്ന് വിജയിച്ചെങ്കിൽ ഈ പ്രാവശ്യം വീണ ജോർജ് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം പറയുന്നുവെങ്കിലും അത്രയും വോട്ടുകളൊന്നും ഏകീകരിക്കാൻ വീണ ജോർജിന് സാധിച്ചിട്ടില്ല. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ പടലപ്പിണക്കങ്ങൾ ഈ പ്രാവശ്യം വീണ ജോർജിന് ദോഷമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDF-നകത്തുണ്ടായിരുന്ന ഗ്രൂപ്പ് പോരുകളൊക്കെ ആറന്മുളയിൽ UDF-നെ പുറകോട്ട് വലിക്കാൻ വലിയൊരു കാരണമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്മുള ആർക്കൊപ്പം നിൽക്കുന്നുവോ അവർ കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്ന കൗതുകകരമായ രാഷ്ട്രീയ ചരിത്രം കൂടി സ്വന്തമായുള്ള മണ്ഡലം കൂടിയാണ് ആറന്മുള. അപ്പോ ഇക്കുറി വീണ ജോർജിന് അടിതെറ്റും തീപ്പൊരി യുവത്വത്തിലൂടെ എന്ന് വെച്ചാൽ അബിൻ വർക്കിയിലൂടെ UDF മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് കടന്ന ആത്മവിശ്വാസം അവിടെ ഈ ഘട്ടത്തിലും പുലർത്തുകയാണ്. UDF എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം. വെയിറ്റ് ചെയ്യാം മെയ് 4 വരെ.